സ്വാമി, നമ്മൾ പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി കഴിഞ്ഞിട്ടുള്ള മടക്കയാത്രയിലാണല്ലോ. ശിഷ്യനായ അടിയന് ഒരു സന്ദേഹമുണ്ട് സ്വാമി. ചോദിച്ചോളൂ. പല ക്ഷേത്രങ്ങളിലും ഭക്തജനങ്ങൾ ഗണപതി വിഗ്രഹത്തിന് മുന്നിൽ തല കൊട്ടി കുമ്പിടുന്നത് കണ്ടിട്ടുണ്ട്. അതിന്റെ ഹേതു എന്താണ്? അതൊരു കഥയാണ്. ശിവപാർവതി പരിണയ ദിവസം ദേവന്മാരെല്ലാം ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചത് മൂലം പ്രപഞ്ചത്തിന്റെ ഒരറ്റം വളരെ താണും മറ്റേ അറ്റം വളരെ ഉയർന്നും കാണപ്പെട്ടു. അങ്ങനെ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ തകരാറിലായി. സന്തുലിതാവസ്ഥ ക്രമീകരിക്കാൻ ശ്രീ പരമേശ്വരൻ അഗസ്ത്യമുനിയെയാണ് അയച്ചത്. പ്രപഞ്ചത്തിന്റെ അസന്തുലിതാവസ്ഥ മാറ്റി സന്തുലിതാവസ്ഥയിലാക്കിയ ശേഷം അഗസ്ത്യമുനി പൊതികാപർവ്വതത്തിൽ വിശ്രമിച്ചു. വിവാഹം കഴിഞ്ഞ് പാർവതി പരമേശ്വരന്മാർ മണവാട്ടിയുടെയും മണവാളന്റെയും വേഷത്തിൽ അഗസ്ത്യമുനിക്ക് ദർശനം നൽകി അനുഗ്രഹിച്ചു. അതിനുശേഷം അഗസ്ത്യമുനി തപസ്സു ചെയ്യാനായി പുറപ്പെട്ടു. തന്റെ കമണ്ഡലുവിൽ കുറച്ച് ഗംഗാജലവുമായിട്ടാണ് അഗസ്ത്യമുനി യാത്ര പുറപ്പെട്ടത്. ദേവേന്ദ്രനും അഗ്നി, വായു, വരുണദേവന്മാരും ശീർഗാഴി എന്ന സ്ഥലത്ത് ഭണ്ഡാസുരനെ പേടിച്ച് ഒളിവിൽ കഴിയുന്ന കാലം. സുരാധിപ, എങ്ങും ഒരു നീരുറവ കാണാനില്ല. ഈ പരിസരത്ത് മാത്രമല്ല, തൊട്ടടുത്തെങ്ങും ഒരു തുള്ളി ജലം കിട്ടാനില്ല. ഇതിനെന്താണൊരു പോംവഴി? വരൾച്ച മൂലം ഉദ്യാനങ്ങളിലെ ചെടികളൊക്കെ കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ്. ഒരു പുഷ്പം പോലും കിട്ടാനില്ല. അസുരനെ ഭയന്ന് വനത്തിൽ കഴിയുന്ന നമുക്ക് ഒരേ ഒരു അഭയമാർഗം ശിവപൂജയാണ്. ജലവും പുഷ്പങ്ങളും അർച്ചിക്കാതെ പൂജ നടത്തിയിട്ട് എന്താ കാര്യം? ജലവും പുഷ്പങ്ങളും സുലഭമായി കിട്ടുന്ന മറ്റൊരിടത്തേക്ക് മാറുന്നതാകും അഭികാമ്യം. ശീർഘാഴി എന്ന ഈ സ്ഥലം ഒരു പുണ്യഭൂമിയാണെന്ന് നമ്മുടെ ആചാര്യൻ ബൃഹസ്പതി പറഞ്ഞത് ഓർക്കുന്നില്ലേ നിങ്ങൾ? ഒളിഞ്ഞിരിക്കാനും പറ്റിയ ഇടമാണിത്. ഇവിടം വിട്ടു പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല. തൽക്കാലം നമുക്ക് ഇവിടം വിട്ട് പോവുകയേ നിവൃത്തിയുള്ളൂ. വൃഷ്ടികാലമാകുമ്പോൾ നമുക്ക് ഇവിടേക്ക് തന്നെ മടങ്ങി വരാം. അങ്ങ് പോകാൻ തയ്യാറായാലും. നാരായണ നാരായണ. പ്രണാമം ദേവർഷേ. പ്രണാമം. പരമസുന്ദരന്മാരായ ദേവന്മാരുടെ മുഖങ്ങൾ വനവാസ കഷ്ടതകൾ മൂലം തെല്ല് കരുവാളിച്ചുവോ എന്നൊരു സന്ദേഹം. നാരായണ നാരായണ. വിഷമിക്കേണ്ട, നാം ഒരു സന്ദേഹം പ്രകടിപ്പിച്ചു എന്ന് മാത്രം. വനവാസം വളരെ ശ്രേഷ്ഠമാണെന്നറിയുക. ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ് നാരദരെ. ഇവിടെങ്ങും ഒരു തുള്ളി ജലമോ പൂക്കളോ കിട്ടാനില്ല. ഞങ്ങൾ ഇവിടം വിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അരുത്, ഒരിക്കലും ഇവിടം വിട്ടു പോകരുത്. ഇതൊരു പുണ്യസ്ഥലമാണ്. അസുരന്മാർ ഈ മണ്ണിൽ കാലുകുത്തിയാൽ അവരുടെ ശരീരം വല്ലാതെ വിറകൊള്ളുമെന്നാണ് പറയുന്നത്. ഇവിടം വിട്ടു പോകരുത്. എങ്കിലിവിടെ ജലം കിട്ടാനുള്ളൊരു മാർഗം പറഞ്ഞു തരൂ നാരദരെ. ശക്തി ക്ഷയിച്ചപ്പോ വരുണദേവന്റെ ജലസ്രോതസ്സും വറ്റിപ്പോയി. നാരായണ നാരായണ. ആ, ഇവിടെ ജലം കിട്ടാനൊരു വഴിയുണ്ട്. ഇവിടെ അടുത്ത് തന്നെ വനത്തിലിരുന്ന് അഗസ്ത്യ മഹർഷി തപസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പക്കലുള്ള കമണ്ഡലുവിൽ കുറച്ച് ഗംഗാജലവും ഇരിപ്പുണ്ട്. ആ കമണ്ഡലു തട്ടിച്ചെരിച്ച് ഗംഗാജലം നിലത്ത് വീഴ്ത്തിയാൽ ഗംഗാജലത്തിൽ നിന്നും ഒരു നദി തന്നെ രൂപാന്തരപ്പെടും. ഇവിടെങ്ങും ജലസമൃദ്ധി ഉണ്ടാകും. പ്രപഞ്ചത്തിന്റെ തുലനാവസ്ഥ പോലും ക്രമീകരിച്ച അതിശക്തനായ താപസിയാണ് അഗസ്ത്യമുനി. ഗംഗാജലം തട്ടിച്ചെരിക്കുന്നത് ദൃഷ്ടിയിൽപ്പെട്ടാൽ ശപിച്ച് വന്യമൃഗങ്ങളാക്കിയേക്കാം. ശരിയാണ് ദേവർഷേ. ദേവന്മാർക്കിപ്പോ കെട്ട കാലമാണ്. മുനിശാപം കൂടി ഏറ്റുവാങ്ങിയാനുള്ള അവസ്ഥ ഓർക്കാൻ കൂടി കഴിയുന്നില്ല. ജലം തട്ടിക്കമിഴ്ത്താൻ അങ്ങ് തന്നെ ഒരാളെ നിർദ്ദേശിച്ചാലും. ഉണ്ട്, ഒരാളുണ്ട്. പാർവതി പരമേശ്വരന്മാരുടെ മകൻ വിനായകൻ. ജലമൊഴുക്കിവിട്ടത് വിനായക കുമാരനാകുമ്പോ അത് കുമാരന്റെ കുട്ടിക്കളിയായി കണ്ട് അഗസ്ത്യൻ ക്ഷമിച്ചോളും. നിങ്ങൾ വിനായകനെ സ്തുതിച്ച് പ്രത്യക്ഷപ്പെടുത്തുവിൻ. നാരായണ നാരായണ.
ശിവനന്ദനാം പാർവതീപുത്ര വിഘ്നേശ്വര. ദേവശ്രേഷ്ഠരെ, കുമാര, വിനായക, ഭഗവാനെ, അങ്ങയുടെ ദർശനം മൂലം ദേവന്മാർ കൃതാർത്ഥരായിരിക്കുന്നു. അങ്ങേക്ക് ഇന്ദ്രന്റെ പ്രണാമം. വിഘ്നേശ്വര, ഭഗവാനെ, അങ്ങേക്ക് അഗ്നിദേവന്റെ പ്രണാമം. ശ്രീഗണേശ, കുംഭോദര, അങ്ങേക്ക് വരുണദേവന്റെ പ്രണാമം. വിനായക, കാരുണ്യമൂർത്തേ, അങ്ങേക്ക് വായുദേവന്റെ പ്രണാമം. ദേവശ്രേഷ്ഠരെ, നിങ്ങളുടെ തപസ്സിൽ ഏറെ സന്തുഷ്ടനാണ് ഞാൻ. ഉണ്ണിയായ ഞാൻ നിങ്ങൾക്ക് എന്ത് സേവനമാണ് ചെയ്യേണ്ടത്? ശീർഗാഴിയെ ജലസമൃദ്ധമാക്കണം കുമാര. തപസ്സനുഷ്ഠിക്കുന്ന അഗസ്ത്യമുനിയുടെ കമണ്ഡലുവിൽ സ്ഥിതി ചെയ്യുന്ന ജലം അങ്ങ് തട്ടിച്ചെരിച്ച് ഒഴുക്കിയാലും അങ്ങ് ഒഴുക്കിവിടുന്ന അല്പമാത്രമായ ജലം ഒരിക്കലും പറ്റാത്ത ജലസമ്പത്തുള്ള നദിയാകുമെന്ന് ദേവർഷി അരുളി ചെയ്തിരിക്കുന്നു. നിത്യവും അങ്ങയുടെ പിതാവിനെ പൂജിക്കുന്നതിന് മുമ്പ് അങ്ങയുടെ നാമം ഞങ്ങൾ ഉരുക്കഴിക്കാറുണ്ട് ദേവ. പൂക്കളത്താലും ജലത്താലും ശീർഘഴിയെ ധന്യമാക്കിയാലും ദേവ. നിങ്ങളുടെ അപേക്ഷ നാം സ്വീകരിച്ചിരിക്കുന്നു. ഭാവിയിൽ ഈ ശീർഗാഴി പ്രദേശം ഞാൻ സൃഷ്ടിക്കുന്ന പുണ്യനദിയുടെ പേരിനാൽ കേൾവിപ്പെട്ടിരിക്കും. സർവമംഗളങ്ങളും ഭവിക്കട്ടെ. മായാവിയായ ബാലക, നീയാണോ നമ്മുടെ കമണ്ഡലുവിലെ ജലം തട്ടിച്ചെരിച്ചത്? അതെ. എന്ത്? അഗസ്ത്യനോട് കുറുമ്പ് കാട്ടുവാൻ തക്കവണ്ണം മുതിർന്നു പോന്നീ? മുതിർന്നു. എത്രയോ കാലമായി ഒരു പ്രയോജനവുമില്ലാതെ ആ ഗംഗാജലം കമണ്ഡലുവിൽ ഇരിക്കുന്നു. അത് ഞാൻ തട്ടിത്തൂവിയപ്പോ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായില്ലേ? മഹാജ്ഞാനിയായ അങ്ങേക്ക് അത് കുറുമ്പായി പോയോ? എന്ത്? അഗസ്ത്യനെ ചോദ്യം ചെയ്യുന്നു? വകതിരിവില്ലാത്ത ധിക്കാരിയാണ് നീ. നിന്റെ തലയിൽ തലങ്ങും വിലങ്ങും കൊട്ടി നാം വകതിരിവുണ്ടാക്കിയിരിക്കും. നിക്കവിടെ, നിൽക്കാൻ. നിൽക്കാൻ, അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാൻ. നിൽക്കാൻ.
തളർന്നു നിൽപ്പായോ? നിന്റെ തലയിൽ കൊട്ടി നാം മര്യാദ പഠിപ്പിച്ചിരിക്കും. ഹേ ബാലക, മഹാഗണപതേ, അങ്ങായിരുന്നോ ബാലക വേഷത്തിൽ വന്ന് ഗംഗാജലം ചരിച്ചത്? നമ്മുടെ അവിവേകം പൊറുക്കണം ഭഗവാനെ, മാപ്പ് തരണം ഭഗവാനെ, മാപ്പ് തരണം. എഴുന്നേൽക്കൂ ഭക്ത. അവിവേകം കാട്ടിയതിന് പ്രായച്ചിത്തമായി നാം നമ്മുടെ തലയിൽ തന്നെ കൊട്ടിക്കൊള്ളുന്നു. മതി മഹാമുനെ, മതി. അങ്ങ് അറിഞ്ഞുകൊണ്ട് അവിവേകമൊന്നും കാട്ടിയിട്ടില്ല. ഇത്തിരി ഗംഗാജലത്തിനെ ഒത്തിരി വലിയ നദിയാക്കി മാറ്റിയത് ലോകക്ഷേമത്തിന് വേണ്ടിയാണെന്ന് അറിഞ്ഞാലും ഈ നദിക്ക് ഞാനൊരു പേരും കൽപ്പിക്കുന്നു. കാ എന്നാൽ ചോല, വിരി എന്നാൽ വിശാലമാക്കൽ. ചെറിയ നീർച്ചാലിനെ വിശാലമായ നദിയാക്കി എന്ന അർത്ഥത്തിൽ കാവേരി എന്നും പിന്നെ കാവേരി എന്നും അറിയപ്പെടും. നന്നായി ഭഗവാനെ. നമ്മുടെ കമണ്ടലുവിലെ ഇത്തിരി ഗംഗാജലത്തെ അങ്ങ് വിശാലമായ കാവേരി നദിയാക്കിയതിൽ പരം മഹാപുണ്യം അഗസ്ത്യന് ലഭിക്കുവാനില്ല. നന്ദിയുണ്ട് വിനായക പ്രഭു. അങ്ങയോട് നമുക്കും നന്ദിയുണ്ട്. ജനോപകാരപ്രദമായ ഒരു കർമ്മം ചെയ്യാൻ അങ്ങ് നമുക്ക് നിമിത്തമായില്ലേ? ദർശനം നൽകിയ സ്ഥിതിക്ക് അങ്ങക്ക് ഇഷ്ടവരം ആവശ്യപ്പെടാം. ഉണ്ണിഗണപതേ, വിനായക, ഭാവിയിൽ അങ്ങയുടെ സമക്ഷത്തിൽ വരുന്ന ഭക്തജനങ്ങൾ കൈ പിണച്ച് നെറ്റിയുടെ ഇരുവശങ്ങളിലും കൊട്ടി 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 ഇതുപോലെ കുമ്പിടണം. നാം അങ്ങയുടെ തലയ്ക്ക് കൊട്ടുവാൻ ഓടിച്ചതിന്റെ സ്മരണ നിലനിർത്താൻ എന്നോണം അങ്ങനെ കുമ്പിടുന്ന ഭക്തർക്ക് അങ്ങ് സർവ്വ വിഘ്നങ്ങളും അകറ്റി അനുഗ്രഹവർഷം ചൊരിയുമാറാകണം. അങ്ങനെ ഒരു വരമേ നാം ആവശ്യപ്പെടുന്നുള്ളൂ. നന്നായി മാമുനെ. അങ്ങേക്ക് വേണ്ടി അങ്ങ് വരമൊന്നും ചോദിച്ചില്ല. ഭക്തരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള വരമല്ലേ ചോദിച്ചുള്ളൂ. ആ നിസ്വാർത്ഥതയും നാം ബഹുമാനിക്കുന്നു. എന്റെ മുന്നിൽ വരുന്ന ഭക്തർ നെറ്റിയിൽ കൊട്ടി എന്നെ കുമ്പിടട്ടെ. ഞാൻ അവരിൽ അനുഗ്രഹവർഷം ചൊരിയുന്നതായിരിക്കും. അങ്ങേക്ക് സർവമംഗളങ്ങളും ഭവിക്കട്ടെ. പുണ്യകാവേരി പ്രണാമം. അങ്ങനെ അഗസ്ത്യൻ കൈപിണച്ച് നെറ്റിക്ക് ഇരുവശവും മുട്ടിച്ച് ഗണനാഥനെ കുമ്പിട്ടതിൻ്റെ ഓർമ്മയ്ക്കാണ് ഭക്തജനങ്ങൾ വിനായകന് മുന്നിൽ ഇപ്പോഴും അങ്ങനെ കുമ്പിടുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഗുരുനാഥനിൽ നിന്നും വിലപ്പെട്ടൊരു അറിവാണ് ഞങ്ങൾക്ക് കിട്ടിയത്.